എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കാഗുറ അവൻ ബൊറൂട്ടോട് പറയും, നീ വളർന്ന സാഹചര്യത്തിലല്ല ഞാൻ വളർന്നത്. എന്റെ പാരമ്പര്യവും എന്റെ ബ്ലഡും അതൊക്കെ വേറെയാണെന്ന് പറഞ്ഞ് അവൻ ആ സ്ക്വാഡ് എടുത്ത് ബൊറൂട്ടോയ്ക്ക് നേരെ ആഞ്ഞു വീശും. ആ വെട്ടുകൊണ്ട് ഇപ്പൊ ബൊറൂട്ടോ അവൻ തകർന്നു പോവാണ്. സീസുമയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, അവൻ തുള്ളിച്ചാടും. അപ്പോഴായിരിക്കും ഒരു ട്വിസ്റ്റ്. അത് യഥാർത്ഥ ബൊറൂട്ടോ അല്ല, അവന്റെ ഒരു ക്ലൗണാണ്. കാഗുറ വീണ്ടും യഥാർത്ഥ ബൊറൂട്ടോയെ കണ്ടുപിടിച്ച് ആ സ്ക്വാഡ് ഉപയോഗിച്ച് അറഞ്ച പൊറഞ്ച വെട്ടും. പക്ഷെ ബൊറൂട്ടോ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. ഈസുമ ആണെങ്കിൽ ഇപ്പൊ വീണ്ടും വീണ്ടും കാഗുറയെ സപ്പോർട്ട് ചെയ്യും. കമോൺ കമോൺ, നിന്റെ സ്ക്വാഡിന്റെ പവർ അതെന്താണെന്ന് അവന് കാണിച്ചു കൊടുക്ക്. അത് കേൾക്കുമ്പോ ഇപ്പൊ കാഗുറയ്ക്ക് വീണ്ടും വീണ്ടും ആവേശം കൂടി വരികയാണ്. ഉടനെ ബൊറൂട്ടോ അവൻ പറയും, കാഗുറ നീ ദയവ് ചെയ്ത് ആ സീസുമ പറയുന്നത് കേൾക്കരുത്. അതിന് കാഗുറ ദേഷ്യപ്പെട്ട് പറയും, എന്റെ വഴികാട്ടി അത് സീസുമയാണ്. അവൻ എന്തു പറഞ്ഞാലും അതുപോലെ മാത്രമായിരിക്കും ഞാനിനി ചെയ്യുക. ഉടനെ സീസുമ പറഞ്ഞ കാര്യം അവൻ ആലോചിക്കും. നിന്നെയാണ് ഞാനൊരു വാര്യറായിട്ട് കാണുന്നത്. മിസുകാക അത് മറ്റാരുമല്ല, നീ തന്നെയാണ്. കട്ട് ചെയ്ത കാഗുറ അവൻ പറയും, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കാഗുറയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. അതിന് ബൊറൂട്ടോ അവന് ടെൻഷനാവും. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക് സീസുമ, അവൻ വീണ്ടും വലിയൊരു യുദ്ധം ഉണ്ടാക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതിന് കാഗുറ ചിരിക്കും. യുദ്ധം അത് വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് വരും. ആര് വിചാരിച്ചാലും അത് മാറ്റാൻ കഴിയില്ല. ഉടനെ ബൊറൂട്ടോ, നീ ഇത്ര പെട്ടെന്ന് പഴയതെല്ലാം മറന്നുപോയോ? ഞാൻ, എന്റെ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ചേർന്ന് എത്ര ഹാപ്പി ആയിട്ടാണ് ഗെയിം കളിച്ചത്. അതേ കാഗുറ എങ്ങനെ ഇത്ര പെട്ടെന്ന് ചേഞ്ചായി? അതിന് കാഗുറ പറയും, നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്റെ മനസ്സ് മാറില്ല എന്ന് പറഞ്ഞ് അവന്റെ സ്ക്വാഡ് എടുത്ത് ബൊറൂട്ടോയെ വെട്ടാനായിട്ട് ആരംഭിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. ബൊറൂട്ടോ പറയും, ഒരു കാരണവശാലും ഞാൻ ഇപ്പോ നിന്റെ മുൻപിൽ തോൽക്കില്ല. നീ പഴയ കാഗുറയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ തോറ്റേനെ. ഇനി അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ബൊറൂട്ടോയും കാഗുറയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. കാഗുറയാണെങ്കിൽ ആ സ്ക്വാഡ് വെച്ച് അറഞ്ചം പുറഞ്ചം അടിക്കും. പക്ഷെ ബൊറൂട്ടോ ജസ്റ്റ് മിസ്സിന് ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ആ സ്ക്വാഡ് തട്ടിമാറ്റും. പക്ഷെ അപ്പോഴേക്കും ആ സ്ക്വാഡ് തട്ടി ബൊറൂട്ടോയുടെ ബോഡിയിൽ ഇപ്പൊ ഒരു സ്ക്രാച്ച് വീഴും. ചോര തുളുമ്പി ബൊറൂട്ടോ അവൻ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് നീ കേൾക്കില്ല അല്ലേ? ഈ സീസുമ ഇവൻ നിനക്ക് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഹൊക്കാഗയുടെ മകനായിട്ടല്ല നിന്നോട് സംസാരിക്കുന്നത്. നിന്റെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് നിന്നെ അപ്പോഴും ഇപ്പോഴും ഞാൻ കണ്ടതും ഇപ്പൊ ഞാൻ നിന്നോട് സംസാരിക്കുന്നതും. നിനക്കൊരു കാര്യം അറിയോ? ഞാനും ചോച്ചിറോയും ഈ ഗ്രാമത്തിലുള്ള ഒരുപാട് പേരും നിന്നെ വിശ്വസിക്കുന്നുണ്ട്. ഒരു കാരണവശാലും അവരുടെ വിശ്വാസം തകർക്കാൻ നീ പാടില്ല. അതിന് സീസുമ അവൻ ടെൻഷനായി ഇപ്പൊ കാഗുറയോട് പറയും, നീ എന്റെ നെഞ്ചിലെ ഈ പാട് കണ്ടോ? ഇത് നീ ഇട്ട അടയാളമാണ്. സോ ഒരു കാരണവശാലും നീ ഇത് മറക്കാൻ പാടില്ല. ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ? ആ ചോച്ചിറോയും ലേഡി മിസുകാകയും അവർ രണ്ടുപേരും ഈ ഗ്രാമം അറിയാതെ ഒരുപാട് പേരെ ഇതിനോടകം കൊന്നു തള്ളിയിട്ടുണ്ട്. ബൊറൂട്ടോ, നീ ആക്ച്വലി വേറെ വില്ലേജിലുള്ള ഒരാളാണ്. ഞങ്ങളുടെ വില്ലേജിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിനക്കൊരു ചുക്കും അറിയില്ല. മര്യാദയ്ക്ക് അതിലിടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അവനത് പറയുമ്പോഴേക്കും സാക്ഷാൽ മീറ്റ്സിയ അവൻ ബൊറൂട്ടോയുടെ അടുത്തേക്ക് അങ്ങനെ ചാടി വരും. ബൊറൂട്ടോ ആണെങ്കിൽ മീറ്റ്സിയെ കണ്ട് ഷോക്കാവും. ഉടനെ മീറ്റ്സിയ അവന്റെ കയ്യിലുള്ള സ്ക്രോള് അത് സീസുമയ്ക്ക് കാണിച്ചു കൊടുക്കും. സീസുമ, നിനക്ക് ഈ സ്ക്രോള് അത് ഓർമ്മയുണ്ടോ? ഇത് ലാൻഡ് ഓഫ് വാട്ടറിൽ നിന്ന് വന്ന സ്ക്രോളാണ്. ഇത് ഞാൻ വായിച്ചു നോക്കി. നിനക്കും ഇത് വായിക്കാനായിട്ട് ഞാനൊരു അവസരം തരാണ്. ഇത്രയും നാളും നിനക്ക് വേണ്ടി ജോലി ചെയ്ത എല്ലാവരെയും ഓൾറെഡി ലേഡി മിസുകാക കണ്ടെത്തി കഴിഞ്ഞു. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിന്റെ വഴിയിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെ എല്ലാവരെയും നീ കൊന്നു തള്ളിയില്ലേ? അതെല്ലാം തന്നെ നീ സീക്രട്ടായി വെച്ചു. പക്ഷെ ഇപ്പോ ഈ നിമിഷം ഈ രഹസ്യം മുഴുവൻ പുറത്തായിരിക്കുകയാണ്. കാഗുറയാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാഗുറ സീസുമയോട് ചോദിക്കും, സീസുമ സത്യം പറയ്, ഇതൊക്കെ എന്താ? ഇതൊക്കെ സത്യമാണോ? അതിന് സീസുമ പൊട്ടിച്ചിരിക്കും. ഇതൊക്കെ വാറിന്റെ വേറൊരു തുടക്കം മാത്രമാണ്. എന്റെ ഒരേ ഒരു ആഗ്രഹം ഈ മിസ്റ്റ് വില്ലേജ് അത് വീണ്ടും പഴയതുപോലെ ബ്ലഡ് മിസ്റ്റ് വില്ലേജായി മാറണം. അത് കേട്ട് കാഗുറ അവൻ ഡബിൾ ഷോക്കാവും. അപ്പൊ ഇത്രയും നേരവും നിങ്ങൾ എന്നെ യൂസ് ചെയ്യായിരുന്നല്ലേ? അതെ, പക്ഷെ നീ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ യാഗുറയുടെ പേരക്കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പവറും നിന്നിലുണ്ടെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. എന്റെ ആവശ്യത്തിന് കറക്റ്റായിട്ട് നീ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു പറഞ്ഞ് ആ വില്ലൻ സീസുമ അവൻ ഹായായിട്ട് നിൽക്കും. കാഗുറയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൻ കരയാണ്.
അതിന് സീസോ പറയും ഇതെല്ലാം തന്നെ എനിക്ക് വെറൊരു ഫണ്ണാണ്, ഇതില് യാതൊരു ഇമോഷൻസും ഇല്ല. ബൊറൂട്ടോ, നീയും കാഗുറയും ഇത്രയും നേരവും നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എത്ര പെട്ടെന്നാണ് കാഗുറയെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തെടുത്തത്. സോ അതുപോലെ തന്നെ ഈ ഗ്രാമത്തെ മുഴുവൻ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യും. അതിനുശേഷം ഈ ഒരു വില്ലേജ് അത് പഴയതുപോലെ ബ്ലഡ് മിസ്റ്റ് വില്ലേജ് ആക്കി മാറ്റും. അടുത്ത സെക്കൻഡ് സീസുമ അവന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കും. അതിനുശേഷം അതാ സ്വാമി കാടില് മുഴുവനായിട്ടും ഇപ്പൊ പുരട്ടി വെക്കാണ്. അടുത്ത നിമിഷം ഒരു റെഡ് കളർ പവർ അതാ സ്ക്വാഡിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ആവാണ്. അത് കാണേണ്ട താമസം ബൊറൂട്ടോയും മീറ്റ്സയും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ കോമ്പിനേഷൻ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത നിമിഷം മീറ്റ്സുകയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പോ വിൻസ്റ്റൈൽ പവർ ഉപയോഗിച്ച് സീസുമെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ ആ ഒരു സ്ക്വാഡ് ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ രണ്ടുപേരെയും തിരിച്ചടിച്ചു തെറിപ്പിക്കും. പക്ഷെ നമ്മുടെ ചെക്കന്മാര് അവർ ഉഷാറാണ്. അവർ വിട്ടുകൊടുക്കാതെ വീണ്ടും ആ വില്ലനെ അറ്റാക്ക് ചെയ്യാൻ കോമ്പിനേഷൻ ഫൈറ്റ് അത് സ്റ്റാർട്ട് ചെയ്യും. വില്ലനാണെങ്കിൽ വീശി വീശി ആ സ്ക്വാഡ് വെച്ച് അടിക്കും. പക്ഷെ അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും നമ്മുടെ ആൾക്കാർ ചാടി ഓടി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വില്ലനാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടി വരും. എങ്ങനെയെങ്കിലും ബൊറൂട്ടോയും മീറ്റ്സിയെയും തകർത്തില്ലെങ്കിൽ അത് വലിയ അപകടമാണെന്ന് അവന് മനസ്സിലാവും. മീറ്റ്സിയെ ആണെങ്കിൽ അവന്റെ കൈ അത് റബ്ബർ പോലെ യൂസ് ചെയ്ത് ഇപ്പൊ ആ വില്ലനെ ആറഞ്ചും പുറഞ്ചും തല്ലും. അതിനാ വില്ലൻ അവനാണെങ്കിൽ സ്വാമി കാർഡിന്റെ യഥാർത്ഥ പവർ അത് റിലീസ് ചെയ്യും. ആ മുള്ളു പോലുള്ള സ്വാമി കാർഡ് അതിപ്പോ ആ വില്ലൻ മീറ്റ്സിയുടെ ബോഡിയിൽ കുത്തിക്കയറ്റാണ്. ഉടനെ ബൊറൂട്ടോ അവൻ ചാടി വന്ന് മീറ്റ്സുയെ വലിച്ചെടുത്ത് അവിടുന്ന് കൊണ്ടുപോകും. മീറ്റ്സിയ, നീ ഓക്കെ അല്ലേ? അതിന് മീറ്റ്സിയ പറയും എന്റെ പവർ അവന്റെ മുൻപിൽ വർക്കൗട്ട് ആവുന്നില്ല. അതിന് ബൊറൂട്ടോ പറയും നമ്മുടെ പവർ അവൻ അബ്സോർബ് ചെയ്യാണല്ലേ. ഇല്ല, അവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഇപ്പൊ ബൊറൂട്ടോ വീണ്ടും ആ വില്ലന്റെ അടുത്തേക്ക് പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ വില്ലനും അവന്റെ കയ്യിലെ സ്വാമി കാർഡ് സ്ക്വാഡിനെയും കാണിക്കും. സ്ക്വാഡ് ആണെങ്കിൽ ചുറ്റുമുള്ള ചക്ര പവർ മുഴുവൻ അതിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അവൻ അറിഞ്ചും പുറഞ്ച് ഇടിക്കും. സീസുമ വിട്ടുകൊടുക്കില്ല. അവന്റെ ഓരോ ക്ലൗൺസിനെയും സ്ക്വാഡ് വെച്ച് അങ്ങനെ അച്ചറം പൊച്ചറം തല്ലി തെറിപ്പിക്കും. അടുത്ത സെക്കൻഡ് മീറ്റ്സുകയെ അവൻ ചാടി വന്ന് ഇപ്പൊ വില്ലന്റെ കഴുത്ത് പിടിച്ച് അങ്ങനെ തിരിക്കുകയാണ്. എന്താ, അതാ വില്ലനല്ല, മറിച്ച് അവന്റെ വേറൊരു വാട്ടർ ക്ലൗൺ ആണ്. മീറ്റ്സുക എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ വില്ലൻ അവൻ വാട്ടർ ആഡുകള് ഇപ്പൊ മീറ്റ്സയ്ക്ക് നേരെ വലിച്ചെറിയും. മീറ്റ്സുകയാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിൽ നിന്ന് പുറത്തേക്ക് വരും. പക്ഷെ അപ്പോഴേക്കും അവന്റെ ചക്ര പവർ മുഴുവൻ ആ സ്ക്വാഡ് അബ്സോർബ് ചെയ്തെടുത്ത് അവനെ കൊണ്ട് ഒട്ടും വയ്യാതെ താഴേക്ക് വീഴും. ഈസുമയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. ബൊറൂട്ടോ, അടുത്തത് നീയാണ്. കാഗുറ, ബൊറൂട്ടോയെ ഞാൻ നിനക്ക് വിട്ടുതരാണ്. നമ്മുടെ ഈ ഗ്യാങ്ങിന്റെ പവർ എന്താണെന്ന് നീ കാണിക്കേണ്ട സമയമെത്തി. അതിന് ബൊറൂട്ടോ പറയും ഇനി ഒരു കാരണവശാലും കാഗുറയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിന്നെ കൊണ്ടാവില്ല. അതിന് സീസുമ, കാഗുറ അവൻ യാഗുറയുടെ രക്തമാണ്. അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അവൻ തന്നെ അറിയാം. സോ ഉറപ്പായിട്ടും എന്റെ വാക്ക് കേട്ട് അവൻ നിന്നെ തകർത്ത് കളയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാഗുറ ഇപ്പോ എന്റെ വേറൊരു വെപ്പൻ മാത്രമാണ്. എന്നെ കൊണ്ട് അവൻ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയും. അത് കേട്ട് കാഗുറ അവൻ ഒരു സെക്കൻഡ് ബൊറൂട്ടോയെ നോക്കും. അതിനുശേഷം ബൊറൂട്ടോയായിട്ട് ഹാപ്പി ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തത്, കാർഡ്സ് കളിച്ചത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ ചിന്തിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത നറൂട്ടോ അവനാണെങ്കിൽ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് പേപ്പർ ബോംബ് ആ വില്ലന് നേരെ വലിച്ചെറിയും. പക്ഷെ വില്ലൻ അവൻ ആ ഗാർഡ് ഉപയോഗിച്ച് ബൊറൂട്ടോ എങ്ങനെ തല്ലി തല്ലി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ബൊറൂട്ടോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ അറ്റാക്കിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനുശേഷം വിൻസ്റ്റൈൽ ഉപയോഗിച്ച് അവന്റെ ഓരോ ക്ലൗൺസുകളെയും വെച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ഗ്യാപ്പിൽ ബൊറൂട്ടോ അവൻ ജെന്റിൽ ഫീസ്റ്റ് അറ്റാക്ക് ഉപയോഗിച്ച് അങ്ങനെ ചാടി വന്ന് അവന്റെ തല ഉപയോഗിച്ച് വില്ലന്റെ വയറ്റിലൊരൊറ്റ ഇടി. ആ ഒരു ഇടിയില് വില്ലൻ തെറിച്ച് ദൂരേക്ക് പോവും. പക്ഷെ സീസുമാണെങ്കിൽ വീണ്ടും അവന്റെ സ്ക്വാഡുമായി ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. പക്ഷെ ഇത്തവണ കാഗുറ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ വില്ലനെ തടയാണ്. നീ എന്നെ വേറൊരു വെപ്പനായിട്ട് മാത്രമാണ് കണ്ടതല്ലേ? പക്ഷെ ബൊറൂട്ടോ അവൻ എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്. അതിന് സീസുമ അവൻ വീണ്ടും ആ സ്വാമി കാർഡ് എടുത്ത് ബൊറൂട്ടോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ സ്വാമി കാർഡ് സീസുമയെ തന്നെ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യാണ്. സ്ക്വാഡ് ആണെങ്കിൽ ഇപ്പൊ മുഴുവനായിട്ടും സീസുമെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നിമിഷം കാഗുറ അവനാണെങ്കിൽ ഹിറുമഗറെ സ്ക്വാഡ് അതിലേക്ക് ചക്ര പവർ അപ്ലൈ ചെയ്യും. അതിനുശേഷം ഫുൾ ഫോഴ്സില് സീസുമയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഉടനെ ബൊറൂട്ടോ കാഗുറയോട് പറയും ഇപ്പൊ ഞങ്ങളും നിന്റെ ഫ്രണ്ട്സ് ആണ്. സോ നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് അവരും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും.
അവർ രണ്ടുപേരും ആ ഹിറുമകെ സ്ക്വാഡ് അത് രണ്ടാക്കി മാറ്റി ആ സ്വാമി കാർഡില് ആഞ്ഞു വെട്ടും. അടുത്ത സെക്കൻഡ് സ്വാമി കാർഡ് അതിപ്പോ പുറത്തേക്ക് തെറിച്ച് വീഴാണ്. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ആൾക്കാര് ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തു. സാറുടെ ആണെങ്കിൽ അവിടേക്ക് ഓടിയെത്തും. നമുക്ക് എത്രയും പെട്ടെന്ന് റോൾ കോളിന് പോണം. സോ ഒട്ടും സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് പോണം. ഉടനെ ഇവാബെ അവനാണെങ്കിൽ ബൊറൂട്ടോയെ തോളിലേറ്റും. ഉടനെ കാഗുറ അവനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ തന്നെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.